ബി.ജെ.പി. നേതാവ് നിതിൻ ഗഡ്കരിയെ വീണ്ടും മുന്നണിയിലേക്ക് ക്ഷണിച്ച് ഉദ്ധവ് താക്കറെ. മഹാവികാസ് അഘാഡി സഖ്യത്തിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥിത്വം നൽകി വിജയം ഉറപ്പു നൽകാമെന്ന് ഉദ്ധവ് താക്കറെ വാഗ്ദാനം ചെയ്തു. ബി.ജെ.പിയിൽ അപമാനിതനായി തുടരേണ്ട കാര്യം ഗഡ്കരിക്കില്ലെന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിതിൻ ഗഡ്കരി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്ധവ് താക്കറെയുടെ ക്ഷണം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, തുടർച്ചയായി ഈ ക്ഷണത്തിന്റെ പിന്നിൽ എന്താണ്? നേരത്തെ ഈ ആദ്യഘട്ട പട്ടികയിൽ ഗഡ്കരിയുടെ പേരില്ലാതിരുന്ന സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഈ ക്ഷണം തുടരുന്നത് എന്തുകൊണ്ട്? ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിതിൻ ഗഡ്കരിയുടെ പേരുണ്ടായിരുന്നില്ല. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ഈ സീറ്റ് ചർച്ച മുന്നണിക്കുള്ളിൽ ധാരണയാവാത്തതിനാൽ മറ്റ് മണ്ഡലങ്ങളിൽ പോലും മഹാരാഷ്ട്രയ്ക്കകത്ത് സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നിതിൻ ഗഡ്കരിയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് എന്താണ് തടസ്സം എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിനകത്ത് വലിയ തർക്കം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം യവത്മാളിൽ നടത്തിയ ഒരു പൊതു റാലിയിൽ വെച്ച് ഇത്തരമൊരു ചോദ്യം ഉന്നയിക്കുകയും ഇങ്ങനെ അപമാനിതനായി ഗഡ്കരി അവിടെ നിൽക്കണോ, ഗഡ്കരിക്ക് തങ്ങളുടെ മുന്നണിയിലേക്ക് വന്നാൽ, മഹാവികാസ് അഘാഡിയിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥിത്വം നൽകാമെന്നും വിജയം ഉറപ്പ് ചെയ്യാമെന്നും അദ്ദേഹം ഈ പൊതു റാലിയിൽ വെച്ച് പറഞ്ഞു. ഇത് ആദ്യമായിട്ടല്ല ഉദ്ധവ് താക്കറെ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്, ക്ഷണം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതിനോട് നേരത്തെ തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് പരിഹാസ രൂപേണ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗഡ്കരിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല. ഒരുപക്ഷെ ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഗഡ്കരിയുടെ പേരുണ്ടാകുമോ എന്നത് ആകാംക്ഷയോടെ ഈ സാഹചര്യത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ശരി, മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.